എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ആറാമത്തെ മോഡ്യൂളിൽ പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ടുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ റിസൾട്ട് ആണ് ദ മാക്സിമം മോഡുലസ് തിയറം. അപ്പൊ അതെന്താന്ന് നോക്കാം. Let f be analytic in a region G and A is a point in G with modulus of f of a greater than or equal to modulus of f of z for all z in G. അതായത് മോഡുലസ് ഓഫ് എഫിന്റെ മോഡ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജിയിലെ ഒരു പോയിന്റിൽ അതിന്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നു എങ്കിൽ എന്താണ് എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോ ഒരു റീജിയന്റെ അകത്ത് ഒരിക്കലും ഒരു അനലിറ്റിക് ഫംഗ്ഷന്റെ മോഡുലസിന് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യില്ല അൺലെസ് അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നാണ് ആ തിയറം പറയുന്നത്. സോ വാട്ട് ഈസ് ദ പ്രൂഫ്? Let f of z naught is equal to alpha and suppose that f is not a constant function. Okay. So ഒരു നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ ഓപ്പൺ സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പൺ മാപ്പിംഗ് തിയറം അനുസരിച്ച് എഫ് ഓഫ് ജി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഈ ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് ജിയിലെ എലിമെന്റ് ആണല്ലോ അല്ലെ, കാരണം ഇസഡ് നോട്ട് ജിയിലെ എലിമെന്റ് ആണ്. അതുകൊണ്ട് ഈ എഫ് ഓഫ് ഇസഡ് നോട്ട് ആയ ആൽഫ എഫ് ഓഫ് ജിയിലെ എലിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് ജി ഓപ്പൺ ആയതുകൊണ്ട് ഐ ക്യാൻ ചൂസ് ആൻ ഓപ്പൺ ബോർഡ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് ജി. ഓക്കെ, ഇനി ദാറ്റ് മീൻസ് എഫ് ഓഫ് ജി കണ്ടെയ്ൻസ് എ പോയിന്റ് ബീറ്റ സച്ച് ദാറ്റ് മോഡ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ആൽഫ. അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് യുവർ, സപ്പോസ് ദിസ് ഈസ് യുവർ എഫ് ഓഫ് ജി and here is your alpha. So you know that this b alpha epsilon is contained in f of g. Now suppose this is the origin, then ഇതല്ലേ മോഡ് ആൽഫ എന്ന് പറയുന്നത്. ദിസ് ഈസ് മോഡ് ആൽഫ. അപ്പം ബീറ്റ എങ്ങനെ ചൂസ് ചെയ്താൽ മതി? ഇവിടെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് എനിക്ക് ബീറ്റ എടുത്താൽ മതി. ഇങ്ങനെയാണെങ്കിൽ മോഡ് ബീറ്റ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇല്ലേ? മോഡ് ബീറ്റ എന്ന് പറയുന്നത് മോഡ് ആൽഫയെക്കാളും ചെറുതായിരിക്കും. അപ്പൊ ആ രീതിയിൽ എനിക്ക് അവിടെ ബീറ്റ ചൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ ട്രിവിയൽ ഐഡിയ. സോ okay, so as beta belongs to f of g, there extend a such that f of a equal to beta. Now mod f of a is mod beta, which is greater than mod alpha by our choice, which is exactly mod f of z naught. This is a contradiction. By why? We have assumed that actually there is a small correction. ഞാനിവിടെ എഫ് ഓഫ് എ എന്നാണ് എഴുതിയത്. സോ ഇറ്റ് ഷുഡ് ബി എഫ് ഓഫ് ഇസഡ് നോട്ട്. സോറി, വാട്ട് വാസ് ഇസഡ് നോട്ട്? ഞാൻ സ്റ്റേറ്റ്മെന്റിൽ എഫ് ഓഫ് എ എന്നാണ് എഴുതിയത്. സോ ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. ഓക്കെ, സോ ആ എഫ് ഓഫ് ഇസഡ് നോട്ട് ആണ് ഞാൻ ആൽഫ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, നൊട്ടേഷൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, സോറി. അപ്പൊ ഇസഡ് നോട്ട് ആണ് ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പോയിന്റ്. മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ഇസഡ് നോട്ട് ആണ്. അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? മോഡ് എഫ് ഓഫ് ഇസഡ് നോട്ടിനേക്കാളും വലിയ മോഡുലസ് ഉള്ള ഒരു പോയിന്റ് കിട്ടിയില്ലേ? മോഡ് എഫ് ഓഫ് എ. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ എഫ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. ആ കോൺട്രഡിക്ഷന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എഫ് കോൺസ്റ്റന്റ് അല്ല എന്നുള്ള അസംഷൻ ആയിരുന്നു. Okay, so that is the first version of maximum modulus theorem. That is the first version of maximum modulus theorem. Now we will see the second version.
സോ വാട്ട് ഈസ് സെക്കൻഡ് വെർഷൻ? സെക്കൻഡ് വെർഷൻ പറയുന്നത് ആദ്യത്തെ ഇതില് ജി എന്ന് പറയുന്നത് ഒരു റീജിയൻ ആയിരുന്നു. റീജിയൻ മീൻസ് ഇറ്റ്സ് എൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് അല്ലെ. സെക്കൻഡ് വെർഷനിൽ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൗണ്ടഡ് ഓപ്പൺ സബ്സെറ്റ് ഇൻ ജി. സി കണക്റ്റഡ് എന്ന് അസ്യൂം ചെയ്യുന്നില്ല, നമ്മൾ ബൗണ്ടഡ് എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ജി ക്ലോഷർ, അതിന്റെ ക്ലോഷറിലേക്ക് അത് കണ്ടിന്യൂസും ആണ്, അതിന്റെ ജിയിൽ അത് അനലിറ്റിക്കും ആണ്. ദെൻ ആ മോഡ് എഫ് ഓഫ് ഇസഡിന്റെ മാക്സിമം എന്ന് പറയുന്നത് മൊത്തം ജി ക്ലോഷറിലെ മാക്സിമം, അതായത് ജിയും അതിന്റെ ബൗണ്ടറിയിലും ഉള്ള മാക്സിമം എന്ന് പറയുന്നത് എക്സാക്ട്ലി ബൗണ്ടറിയിലെ മാക്സിമത്തിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോ ഒരു നോൺ കോൺസ്റ്റന്റ് അനലിറ്റിക് ഫംഗ്ഷൻ, ഈവൻ ഇവിടെ നോൺ കോൺസ്റ്റന്റ് ഒന്നും പറയുന്നില്ല, ഏതൊരു അനലിറ്റിക് ഫംഗ്ഷന്റെയും ബൗണ്ടറിയിൽ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ മാക്സിമം വാല്യൂ ആ ബൗണ്ടറിയിലായിരിക്കും അറ്റൈൻ ചെയ്യുക എന്നാണ്. അപ്പൊ ഇവിടെ മാക്സിമം അറ്റൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് അറ്റൈൻ ചെയ്യും. കാരണം എന്താ, ജി ഒരു ബൗണ്ടഡ് സെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ജി ക്ലോഷർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കോമ്പാക്ട് സെറ്റ് ആയതുകൊണ്ടും എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടും ആ മാക്സിമം എന്തായാലും അവിടെ അറ്റൈൻ ചെയ്യും. അത് അറ്റൈൻ ചെയ്യുന്നത് ബൗണ്ടറിയിലായിരിക്കും, ഇൻസൈഡിൽ അറ്റൈൻ ചെയ്യില്ല. അതാണ് ആ തിയറത്തിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ. സോ അതിന്റെ പ്രൂഫ് എന്താന്ന് നോക്കാം. സിൻസ് ജി ഈസ് ബൗണ്ടഡ് ജി ക്ലോഷർ ഈസ് കോമ്പാക്ട്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എഫിന് ഒരു മാക്സിമം വാല്യൂ അവിടെ അറ്റൈൻ ചെയ്യും. ഇനി എഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നത്തിങ് ടു പ്രൂവ് അല്ലെ, എല്ലാ വാല്യൂവും ഈക്വൽ ആണ്, അതുകൊണ്ട് അതിന്റെ ബൗണ്ടറിയിലും അകത്തും ഒക്കെ ഒരേ വാല്യൂ തന്നെയാണ്. ഇനി എഫ് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് വെർഷൻ മാക്സിമം മോഡുലസ് തിയറത്തിന്റെ ഫസ്റ്റ് വെർഷൻ അനുസരിച്ച് എഫിന് അതിന്റെ ഇൻസൈഡിൽ അസ്യൂം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓൾറെഡി ജി ക്ലോഷറിൽ അതിന് മാക്സിമം ഉണ്ടെങ്കിൽ ഇൻസൈഡിൽ അറ്റൈൻ ചെയ്താൽ അത് കോൺസ്റ്റന്റ് ആയി പോകും. അപ്പൊ അത് എവിടെ ആയിരിക്കും? ബൗണ്ടറിയിലായിരിക്കും. സോ ദാറ്റ് ഈസ് എ പ്രൂഫ്. സോ സെക്കൻഡ് വെർഷൻ ഈസിലി ഫോളോസ് ഫ്രം ദ ഫസ്റ്റ് വെർഷൻ ഓഫ് ദ മാക്സിമം മോഡുലസ് തിയറം. ഓക്കെ, സോ ഫസ്റ്റ് വെർഷനിൽ എന്റെ അസംഷൻ ജി എന്ന് പറയുന്നത് റീജിയൻ ദാറ്റ് ഈസ് ഓപ്പൺ ആൻഡ് കണക്റ്റഡ് എന്നായിരുന്നു. സെക്കൻഡ് വെർഷനിൽ ജി എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പൺ സെറ്റ് എന്നായിരുന്നു. അപ്പൊ അതിന്റെ മാക്സിമം ബൗണ്ടറിയിലെ അറ്റൈൻ ചെയ്യുള്ളൂ എന്നായിരുന്നു. ഇനി ഇതിന്റെ ഒരു തേർഡ് വെർഷൻ കൂടെ ഉണ്ട്. തേർഡ് വെർഷൻ കുറച്ചുകൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, കാരണം ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് പറയുന്നത്. മാത്രമല്ല അവിടെ എനിക്ക് ഇൻഫിനിറ്റിയും ആകാം, ഇൻഫിനിറ്റിയും കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം ആ സ്റ്റേറ്റ്മെന്റിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിനെ പറ്റി നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം, സെമിനാർ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ആ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. സി ഇൻഫിനിറ്റി ആയിരുന്നു നമ്മുടെ സ്പെറിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് നമ്മൾ സി യൂണിയൻ ഇൻഫിനിറ്റി, ആ ഒരു സ്പിയറിന്റെ നോർത്ത് പോള് ആണ് എന്റെ ഇൻഫിനിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഒരു കോമ്പാക്ട് സെറ്റ് ആയി, 1 പോയിന്റ് കോമ്പാറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ അവിടുത്തെ മെട്രിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഇതാണ് അവിടുത്തെ മെട്രിക് അല്ലെ. ഇസഡ് ടു ഇസഡ് പ്രൈമും സിയിലെ എലിമെന്റ് ആണെങ്കിൽ ഇതാണ് അവിടുത്തെ മെട്രിക്, സിയും ഇൻഫിനിറ്റി ആയിട്ടുള്ള ആണെങ്കിൽ ഇതാണ് അവിടുത്തെ മെട്രിക്. അപ്പോ ഈ ഒരു മെട്രിക്കിന്റെ കുറച്ചൊരു കാര്യം ഇവിടെ ആവശ്യം വരുന്നത് കൊണ്ട് മാത്രം ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടെ വേണ്ടത് ലിമിറ്റ് സുപ്രീമം ഓഫ് ഫങ്ഷൻസ്. ഇതും നിങ്ങൾ റിയൽ അനാലിസിസിൽ പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് എഫ് ഫ്രം ജി ടു ആർ സുപ്രീമം മാക്സിമം ഒക്കെ പറയണമെങ്കിൽ വാല്യൂസ് ആറിലേ പറ്റുള്ളൂ. കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിന് മാക്സിമം മിനിമം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ മോഡുലസിനെ പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഫംഗ്ഷൻ എഫ് ഫ്രം ജി ടു ആർ and A belongs to G closure or A equal to infinity, then what is the definition of limit supremum? As Z tends to A, limit supremum of f of Z as Z tends to A is limit R tends to 0 plus, that means R greater than 0. R tends to 0 plus supremum of f of Z such that Z belongs to G intersection DAR. അതായത് ഇസഡിന്റെ വാല്യൂ എയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇസഡിന്റെ വാല്യൂ എയുടെ എ എന്ന് പറയുന്നത് ജി ക്ലോഷറിലെ എലിമെന്റ് ആണ്. സോ എയുടെ അടുത്തേക്ക് പോകുമ്പോൾ എഫ് ഓഫ് ഇസഡിന്റെ വാല്യൂസ് എടുക്കുക, അതിന്റെ സുപ്രീം എടുക്കുക. ഓക്കെ, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് എഫ് ഓഫ് ഇസഡ് എന്നല്ല, ഓക്കെ എഫ് ഓഫ് ഇസഡ് തന്നെ, സോറി, എഫ് ഫ്രം ജി ടു ആർ അല്ലേ, മോഡുലസ് എടുക്കേണ്ട ആവശ്യമില്ല, സുപ്രീം ഡിഫൈൻഡ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ്, അതായത് ആറ് സീറോയിലേക്ക് പോവാ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പറയുന്ന ഈ റേഡിയസ് കുറഞ്ഞു വരുമല്ലോ. അപ്പം ഇസഡുകൾ എക്ക് അടുത്തേക്ക് പോകുമ്പോൾ എഫ് ഓഫ് ഇസഡിന്റെ സുപ്രീമം കണ്ടുപിടിക്കുന്നു.
അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സിമിലർലി വി ക്യാൻ ഡിഫൈൻ ലിമിറ്റ് ഇൻഫിമം. That is infimum of f of z, z belongs to g intersection b a r. എന്നിട്ട് ആറിനെ സീറോയിലേക്ക് കൊണ്ടുപോവുക. ഇതൊരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക, നല്ലൊരു എക്സസൈസ് ആണ്. ഷോ ദാറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് സുപ്രീമവും ലിമിറ്റ് ഇൻഫിമവും സെയിം വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഇനി ജി എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ ബൗണ്ടറി, സി ഇൻഫിനിറ്റിയിലുള്ള ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ജി ഒരു ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ അതോ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂഷ്വൽ ബൗണ്ടറി തന്നെയാണ്, ജിയുടെ യൂഷ്വൽ ബൗണ്ടറി തന്നെയാണ്. ജി എന്ന് പറയുന്നത് ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ യൂഷ്വൽ ബൗണ്ടറി തന്നെയാണ്, അല്ലെ? ജി എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ആണെങ്കിൽ യൂഷ്വൽ ബൗണ്ടറിയുടെ കൂടെ ഇൻഫിനിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്റെ സി ഇൻഫിനിറ്റിയിലെ ജിയുടെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, now we can state the maximum principle. ഇവിടെ ഒരു മിനിമം പ്രിൻസിപ്പിൾ, ഇത് ഞാൻ പ്രൂഫ് ചെയ്യുന്നില്ല, this easily follows from the maximum principle exercise. മിനിമം പ്രിൻസിപ്പിൾ പറയുന്നത് if f is a non-constant analytic function on a bounded open set G and is continuous on G closure, then show that either f has a zero in G or mod f assumes its minimum value on boundary of G. ഇത് പ്രൂവ് ചെയ്യാനുള്ള ഹിന്റ് എന്ന് പറയുന്നത് യൂസ് മാക്സിമം മോഡുലസ് തിയറം ഫോർ ജി ഈക്വൽ ടു 1/mod f. അവിടെ അസ്യൂം ചെയ്യേണ്ടത് ഇപ്പൊ എഫിന് സീറോ ഉണ്ടെങ്കിൽ തീർന്നു, സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഈ സീറോ ഇല്ലെങ്കിൽ 1/mod f എന്ന് പറയുന്ന 1/f എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കുമല്ലോ. അപ്പൊ ആ 1/f-ന് മാക്സിമം മോഡുലസ് തിയറം അപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ മിനിമം പ്രിൻസിപ്പിൾ. ഓക്കെ, അതും എക്സസൈസ് ആയിട്ട് ചെയ്തു നോക്കാം. Alright, now let us state and prove the maximum modulus theorem, third version. So what is the statement? Let G be a region in C and f an analytic function on G. Okay, suppose there is a constant m such that limit z tends to a mod f of z less than or equal to m. A എന്ന് പറയുന്നത് നമ്മൾ എവിടുന്ന ബൗണ്ടറി എടുക്കുന്നത്. ഫോർ ഓൾ a belongs to boundary of G in C infinity. A can be infinity also. Then show that mod f of z less than or equal to m for all z in G. ആണ് നമുക്ക് കാണിക്കേണ്ടത്. തന്നിരിക്കുന്നത് ലിമിറ്റ് സുപ്രീമം ബൗണ്ടറിയിലെ പോയിന്റുകളിലേക്കുള്ള ലിമിറ്റ് സുപ്രീമം എപ്പോഴും എമ്മിന് ബൗണ്ടഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം ഫംഗ്ഷന്റെ മോഡുലസും ബൗണ്ടഡ് ബൈ എം. Okay, so what is the proof? Let delta greater than 0 be arbitrary and put h is equal to set of all z belongs to G such that mod f of z greater than m plus delta. നമുക്ക് കാണിക്കേണ്ടത് മോഡ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നാണ്. അപ്പം എനിക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ഇസഡുകൾ ഇല്ല എന്ന് കാണിച്ചാൽ മതി, അല്ലെ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇസഡുകൾ ഇല്ല എന്ന് കാണിച്ചാൽ മതി, അതായത് എച്ച് എം ടി എന്ന് കാണിച്ചാൽ മതി ഫോർ എനി ഡെൽറ്റ. അതിന്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആകണം, കാരണം ഡെൽറ്റ ആർബിട്രറി ആണല്ലോ. അപ്പൊ എച്ച് എം ടി എന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എച്ച് എന്താണെന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക, ഇതാണ് എച്ച്. എച്ച് എം ടി എന്ന് കാണിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇനി മോഡ് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടും എച്ച് ഓപ്പൺ സെറ്റ് ആയതുകൊണ്ടും, അല്ല, മോഡ് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എച്ച് ഒരു ഓപ്പൺ സെറ്റ് ആണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത്, ഈ സെറ്റ് എന്ന് പറയുന്നത് മോഡ് എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ സെറ്റ് എം പ്ലസ് ഡെൽറ്റ ഇൻഫിനിറ്റി ആണ്, അല്ലെ? ഈ ഓപ്പൺ ഇന്റർവെലിന്റെ മോഡ് എഫ് ഇൻവേഴ്സ് ആണ്. അപ്പൊ മോഡ് എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ, നമ്മുടെ ടോപ്പോളജിയിലെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോ അതിൽ നിന്ന് എന്ത് കിട്ടി? എച്ച് ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് കിട്ടി. ഇനി ലിമിറ്റ് സുപ്രീമം മോഡ് എഫ് ഓഫ് സെറ്റ് എമ്മിനെക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ സാധാരണ ലിമിറ്റ് സുപ്രീമത്തിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ
if you take the point m plus delta, m plus delta limit suprema അല്ല. അപ്പൊ അതിന്റെ അർത്ഥം there is a ball BAR such that for all Z belongs to BAR intersection G, ഇത് G ആണ്, intersection G, mod f of Z is less than m plus delta. കാരണം എം പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് സുപ്രീമം അല്ല. സപ്പോസ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിയല്ലെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു ബോൾ ഇല്ലെന്ന് വിചാരിക്കുക. ഫോർ എനി ബി എ ആർ ഇന്റർസെക്ഷൻ ജി എടുക്കുമ്പോൾ മോഡ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ വന്ന അതിന്റെ മീനിങ് എന്താ? ലിമിറ്റ് സുപ്രീമോ എടുക്കുമ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ആകണ്ടേ? പക്ഷെ ലിമിറ്റ് സുപ്രീമം എമ്മിനെക്കാളും ചെറുതാണ്. അപ്പൊ അതാണ് ലിമിറ്റ് സുപ്രീമം എം ആയതുകൊണ്ട് തന്നെ there is a ball BAR such that for all Z belongs to BAR intersection G, mod f of Z is less than m plus delta. ഓക്കെ, അതിന്റെ നെഗേഷൻ എടുത്ത് നോക്കിയാൽ മതി. ഒന്നുകൂടെ ഞാൻ നെഗേഷൻ പറയാം. ഇത് ശരിയല്ല എന്ന് വിചാരിക്കുക. അതിന്റെ മീനിങ് എന്താ? ഏതൊരു ഓപ്പൺ ബോൾ BAR എടുത്താലും mod f of there is an Z such that mod f of Z greater than or equal to m plus delta. പക്ഷെ ഇങ്ങനെ വന്നാൽ ഒരിക്കലും ലിമിറ്റ് സുപ്രീമോ f of Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു m വരുമോ? വരില്ല. കാരണം ആ സുപ്രീമോ അല്ല. നമ്മൾ എടുക്കുന്ന ലിമിറ്റ് സുപ്രീമത്തിന്റെ ഡെഫിനിഷനിലെ ഈ സെറ്റുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ആവും. അതുകൊണ്ട് തന്നെ ലിമിറ്റ് എടുക്കുമ്പോഴും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആവും, ഗ്രേറ്റർ ദാൻ എം ആവും. സോ ദാറ്റ് ഈസ് നോട്ട് ട്രൂ, റൈറ്റ്? യൂഷ്വൽ ലിമിറ്റ് സുപ്രീമത്തിന്റെ ആർഗ്യുമെന്റ് ആണ്. അപ്പോ നമുക്ക് എന്താ കിട്ടിയത്? അപ്പൊ ഇങ്ങനെ ഒരു ബോൾ കിട്ടും എപ്പോഴും. For corresponding to each A belongs to boundary of G in C infinity, there is a ball satisfying this condition. ഇതിന്റെ ഇംപ്ലിക്കേഷൻ എച്ച് ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ ജി എന്നാണ്. കാരണം എന്താ? So this will imply that H closure is contained in G. So H എന്ന് പറയുന്നത് ഓൾറെഡി ജിയുടെ സബ്സെറ്റ് ആണ്, നമുക്കറിയാം. ഇനി നമുക്ക് ബൗണ്ടറി ഓഫ് എച്ചിനെ പറ്റി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബൗണ്ടറി ഓഫ് എച്ച് എന്ന് പറയുന്നത് ബൗണ്ടറി ഓഫ് ജിക്ക് അകത്താണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഇതാണ് ജി എന്ന് വിചാരിക്കാം. എച്ച് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് കിടക്കുകയാണ്. എച്ച് ഇങ്ങനെയാണ് കിടക്കുവാണെങ്കിൽ ബൗണ്ടറിയും ഇവിടെ തന്നെ ആയിരിക്കും, ജിക്ക് അകത്ത് തന്നെ ആയിരിക്കും. ഒന്നും പ്രൂവ് ചെയ്യാനില്ല, എച്ച് ക്ലോഷറും ജിക്ക് അകത്ത് തന്നെ ആയിരിക്കും. ഇനി എച്ച് എന്ന് പറയുന്നത് ഇത് എച്ച്, ഇത് ജി. എച്ച് അപ്പോ നോൺ ട്രിവിയൽ ആയിട്ട് വരുന്ന എങ്ങനെ? എച്ച് ജിയുടെ ബൗണ്ടറിയിലേക്ക് നിൽക്കുക. അപ്പൊ ഇവിടെ ബൗണ്ടറി ഓഫ് എച്ച് എന്ന് പറയുന്നത് ജിയിലല്ല, പക്ഷേ ബൗണ്ടറി ഓഫ് എച്ച് അതിന് അകത്തേ നിൽക്കുള്ളൂ. ബൗണ്ടറി ഓഫ് എച്ച് എന്ന് പറയുന്നത് എപ്പോഴും ബൗണ്ടറി ഓഫ് ജിക്ക് അകത്ത് തന്നെ നിൽക്കുള്ളൂ, അല്ലെ? അപ്പോ എന്റെ എച്ച് ക്ലോഷറിൽ ബൗണ്ടറി ഓഫ് ജിയിൽ ഒരു എലിമെന്റ് വരുമ്പോൾ ഉള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, എച്ചും ബൗണ്ടറി ഓഫ് എച്ചും ഒക്കെ ജിക്ക് അകത്താണെങ്കിൽ നത്തിങ് ടു പ്രൂവ്. എച്ച് ക്ലോഷറും ജിക്ക് അകത്ത് തന്നെയാണ്. ഇനിയല്ല, എച്ചിന്റെ ബൗണ്ടറിയിലെ ഒരു പോയിന്റ് ജിയുടെ ബൗണ്ടറിയിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ദ വേസ്റ്റ് കേസ്. ജിക്ക് പുറത്ത് പോകും, ജിയുടെ ബൗണ്ടറിക്ക് പുറത്ത് എച്ച് പോകില്ല. കാരണം എച്ച് എന്ന് പറയുന്നത് ജിക്ക് അകത്ത് കിടക്കുകയാണ്, ജി ഒരു ഓപ്പൺ സെറ്റുമാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മാത്രം നമുക്കിത് ചെക്ക് ചെയ്താൽ മതി, അല്ലേ? എ എന്ന് പറയുന്ന എച്ച് ക്ലോഷർ ഇന്റർസെക്ഷൻ ബൗണ്ടറി ഓഫ് ജി ആണെന്ന് വിചാരിക്കുക. So now what happens in this condition? എന്റെ എച്ചിന്റെ ഡെഫിനിഷൻ നോക്കൂ. എച്ച് എന്ന് പറയുന്നത് എന്താ? മോഡ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ. അതാണ് എന്റെ എച്ച്. ഓക്കെ,
അപ്പോൾ ഈ പറഞ്ഞ എച്ച് ക്ലോഷർ ഇന്റർസെക്ഷൻ ബൗണ്ടറി ഓഫ് ജിയിലാണെങ്കിൽ സോ ദർ ഈസ് എൻ ആർ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ ദർ ഈസ് എൻ ആർ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബോൾ കിട്ടും, ആർ റേഡിയസ് ആയിട്ടുള്ള. ഇനി അതിനകത്തുള്ള അതും ജിയോ ആയിട്ട് ഇന്റർസെക്ഷൻ വരുന്ന ഇസഡുകളുടെ പ്രത്യേകത എന്താ? മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എം പ്ലസ് ഡെൽറ്റയെക്കാളും ചെറുതായിരിക്കും. സോ ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. അപ്പം അത് പ്രശ്നം എന്താ? കാരണം ഇതിനകത്ത് വരുന്ന എച്ചിലെ എലിമെന്റ്സ് മോഡ് എഫ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റയാ. പക്ഷെ ഈ കണ്ടീഷൻ അനുസരിച്ച് മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റയാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും എച്ച് ക്ലോഷറിലെ എലിമെന്റ് ബൗണ്ടറി ഓഫ് ജിയിൽ പോവില്ല, ബൗണ്ടറി ഓഫ് ജിക്ക് അകത്തേ കിടക്കുള്ളൂ. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ഐഡിയ. അപ്പൊ അതുകൊണ്ട് എച്ച് ക്ലോഷർ എപ്പോഴും ജിക്കകത്ത്, അതായത് ഞാനിപ്പോ വരച്ചിരിക്കുന്ന വരൂല, ഇതൊരിക്കലും സംഭവിക്കില്ല. എച്ച് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് കിടക്കത്തേ ഉള്ളൂ. ഈ എച്ചിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ജിയുടെ ബൗണ്ടറിയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല. ജിയുടെ ബൗണ്ടറിയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ വരും. അത് ട്രൂ അല്ല. കാരണം എച്ചിലെ എലിമെന്റ് ഈ ഒരു ബി ആർ ഇന്റർസെക്ഷൻ ജി എടുത്തു കഴിഞ്ഞാൽ അതിൽ എച്ചിലെ എലിമെന്റ്സും കാണുമല്ലോ. കാരണം ബൗണ്ടറിയിലെ എലിമെന്റ്സിൽ ഓപ്പൺ ബോൾ എടുത്താൽ അതിന് പുറത്തും അകത്തും ഉള്ള എലിമെന്റ്സ് ഉണ്ടാവും. ബൗണ്ടറി ഓഫ് എച്ചിലെ എലിമെന്റും കാണും, എച്ചിന് പുറത്തുള്ള എലിമെന്റ്സും. പക്ഷെ എച്ചിലെ എലിമെന്റിന്റെ മോഡ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റയാ. പക്ഷെ ഇവിടെ എല്ലാ ഇസഡും മോഡ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റയാ. അപ്പൊ ഇത് സംഭവിക്കണമെങ്കിൽ എച്ച് ക്ലോഷർ ജിക്കകത്ത് കിടന്നേ പറ്റുള്ളൂ. ഈ സെയിം ആർഗ്യുമെന്റ് ജി ഇതിപ്പോ ബൗണ്ടഡ് ആയപ്പോ ഉള്ള കേസാണ് ഞാൻ പറഞ്ഞത്. അൺബൗണ്ടഡ് ആണെങ്കിലും സെയിം ആർഗ്യുമെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, അൺബൗണ്ടഡ് ആകുമ്പോഴത്തേക്ക് എന്റെ ബി എ ആറിന് പകരം എന്താ ഓപ്പൺ ബോൾ ഇൻഫിനിറ്റി, എ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ, ആ എ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡ് എന്ന് പറയുന്ന ഇതല്ലേ, സെറ്റ് ഓഫ് ആൾ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എൻ. ഒരു ബോളിന് പുറത്തോട്ടുള്ള ഇതാണ് ഇൻഫിനിറ്റിയുടെ നൈബർഹുഡ്. അപ്പൊ അവിടുത്തെ ബി എ ആറിന് പകരം ഇതാവും. ഓക്കെ, സോ അപ്പൊ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താ? എച്ച് ക്ലോഷർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ G. Okay. Now, one is true for all G. G bounded ആണെങ്കിലും G unbounded ആണെങ്കിലും നമ്മുടെ ഒന്ന് ശരിയാണ്. Thus H closure is a closed and bounded and therefore compact. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വെർഷൻ ഓഫ് മാക്സിമം മോഡുലസ് തിയറം അനുസരിച്ച് മോഡ് എഫ് ഓഫ് ഇസഡിന്റെ മാക്സിമം എച്ച് ക്ലോഷറിൽ നോക്കുന്നതിന് പകരം ബൗണ്ടറിയിൽ നോക്കിയാൽ മതി. ഓക്കെ, പക്ഷേ ബൗണ്ടറിയിൽ മോഡ് എഫ് ഓഫ് ഇസഡ് എന്താ? എക്സാക്ട്ലി എം പ്ലസ് ഡെൽറ്റക്ക് ഈക്വലാ. കാരണം എച്ച് ക്ലോഷർ എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ടേണ്ട. സി വാട്ട് ഈസ് മൈ എച്ച്? എച്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ ഇസഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ. അപ്പൊ എച്ച് ക്ലോഷർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ ഇസഡ് ബിലോങ്സ് ജി സച്ച് ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ. ഇതല്ലേ? ഇനി എച്ച് ക്ലോഷറിൽ മോഡ് എഫ് ഓഫ് ഇസഡ് മാക്സിമം അറ്റൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ബൗണ്ടറി ഓഫ് ജിയില്, ബൗണ്ടറി ഓഫ് എച്ചിലെ ഇതിന്റെ മാക്സിമം അറ്റൈൻ ചെയ്യുള്ളൂ അല്ലെ? ബൗണ്ടറി ഓഫ് എച്ചില് മാക്സിമം അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അത് എം പ്ലസ് ഡെൽറ്റ ആകുക എന്നല്ലേ അതിന്റെ മീനിങ്, മോഡ് എഫ് ഓഫ് സെഡ്. കാരണം എച്ചില് മോഡുലസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആണ്. അപ്പം എച്ച് ക്ലോഷർ ബൗണ്ടറി ഓഫ് എച്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ആവും. സോ ബൗണ്ടറി ഓഫ് എച്ചില് ഇപ്പം അത് കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാക്കാനേ, ബൗണ്ടറി ഓഫ് എച്ചില് മോഡ് എഫ് ഓഫ് ഇസഡ് രണ്ട് പോസിബിലിറ്റിയാ. ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആകാൻ പറ്റുമോ?
മോഡ് എഫ് ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആണെങ്കിൽ ആ ഇസഡ് എവിടുത്തെ എലിമെന്റാ? എച്ചിലെ എലിമെന്റാ അല്ലേ? എച്ച് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണ്. അപ്പോ ഓപ്പൺ സെറ്റിലെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറിയിൽ വരത്തില്ലല്ലോ. ബൗണ്ടറിയിൽ ഓപ്പൺ സെറ്റ് എന്ന് പറയുമ്പോൾ എച്ച് ഇന്റർസെക്ഷൻ ബൗണ്ടറി ഓഫ് എച്ച് എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള പോസിബിലിറ്റി വരില്ല. അപ്പൊ ബൗണ്ടറിയിൽ ഏതേ വരുള്ളൂ. പിന്നെ ഉള്ളത് ഈക്വൽ ടു എന്നുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ ബൗണ്ടറിയിൽ അത് മോഡ് എഫ് ഓഫ് സെറ്റ് എം പ്ലസ് ഡെൽറ്റയ്ക്ക് ഈക്വൽ ആണ്. പക്ഷെ മാക്സിമം മോഡുലസ് തിയറം പറയുന്നത് ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസൈഡിലും എല്ലാം അത് എം പ്ലസ് ഡെൽറ്റയ്ക്ക് ഈക്വൽ ആയേ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ എച്ച് എം ടി ആയിരിക്കണം. കാരണം എല്ലാ വാല്യൂസും മോഡ് എഫ് ഓഫ് സെഡ് എം പ്ലസ് ഡെൽറ്റയ്ക്ക് ഈക്വൽ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ഒന്നും ആവുന്നില്ലല്ലോ. അപ്പൊ എന്താവണം? എച്ച് എം ടി ആകണം. അതും അല്ലെങ്കിൽ എന്താകണം? എഫ് കോൺസ്റ്റന്റ് ആകണം. എഫ് കോൺസ്റ്റന്റ് ആണെങ്കിലും എച്ച് എം ടി ആ. കാരണം എഫ് കോൺസ്റ്റന്റ് ആണെങ്കിലും ഈ ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ എന്നുള്ള ഓപ്ഷൻ വരുന്നില്ലല്ലോ. ബട്ട് ഇൻ ബോത്ത് കേസ് എച്ച് ഈസ് എം ടി. കാരണം കോൺസ്റ്റന്റ് ആണെങ്കിലും അത് ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ആണ് ആകുന്നത്. ഓക്കെ, so that means H is always empty and that proves the result. ഇതാണ് മാക്സിമം മോഡുലസ് തിയറത്തിന്റെ തേർഡ് വെർഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട്. അതിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.